ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം കാണിച്ചെന്നായിരുന്നു വീഡിയോ ഇട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആയി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടങ്ങി, ഇനി ഞാൻ എൻ്റെ ചാനലിൽ എങ്ങനെ കയറും എന്ന് ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാകും. മിക്കവർക്കും അറിയാൻ പറ്റും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ കയറാനുള്ള ട്രിക്കാണ്. സിമ്പിളാണ്. ചാനലിൽ കയറേണ്ട രീതി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ പോലെ നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് വരട്ടെ. നിങ്ങളുടെ യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നലെ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലായിട്ടും ടോപ്പായിട്ട് ഇപ്പോൾ ഞാനൊരു ഡോഗും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ്. നിങ്ങളുടെ ഏത് ഫോട്ടോ ആയാലും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഇങ്ങനെ കുറച്ച് സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ലാണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണൂല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എടുത്ത് നിങ്ങളുടെ ഏറ്റവും ടോപ്പിൽ തന്നെ യുവർ ചാനൽ നടക്കണണ്ട. യുവർ ചാനലിൽ നിന്ന് നിങ്ങൾ എടുക്കണം. അത് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലത്തെ ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതെന്നാണല്ലേ എടുത്ത്, അത് കഴിഞ്ഞിട്ട് അടിയിൽ കണ്ട ഹോം, ഷോർട്സ്, പിന്നെ ഒരു പ്ലസ് പോയിൻ്റ്, സബ്സ്ക്രൈബിനേഷൻ, ലൈബ്രറി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ചിഹ്നം കണ്ട, ഈ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ സംഭവമുണ്ട്. ക്രിയേറ്റ് ഷോർട്ട് ഉണ്ട്, അപ്ലോഡ് വീഡിയോ ഉണ്ട്, ഗോ ലൈവ് ഉണ്ട്, ക്രിയേറ്റ് പോസ്റ്റ്. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ഷോർട്ട്സ് എടുക്കുക. അപ്പോൾ അത് വരും കണ്ട, ക്രിയേറ്റ് ഷോർട്ട്സ് എടുക്കുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ക്രിയേറ്റീവ് ഷോർട്സ് വരും. ഇനി അപ്ലോഡ് വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള വീഡിയോയൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഗോ ലൈവ് പോകാം, നമുക്ക് ലൈവായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്ലോഡിൻ്റെ കാര്യങ്ങളും ചാനലിൽ കയറാനുള്ള ട്രിക്കും. ഇപ്പോൾ ചാനലിൽ കയറാനുള്ള ട്രിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നൈസ് ഗെയിമിംഗ് എന്നാണ്. സാധാരണ യൂട്യൂബിൽ നൈസ് ഗെയിമിംഗ് എടുക്കുമ്പോൾ ഇതിൽ ഞാൻ ഒരു ഡോഗും കൂടി കണ്ട ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. അത് ചിലവരുടെ ഫ്രണ്ടിൽ വന്ന് കിടക്കില്ല. അങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ ഈ പറയണ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ കണ്ടേ, ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ അതിൽ കിട്ടും. അപ്പോഴാണ് നമ്മളെ പിന്നെ ആദ്യം തന്നെ വരില്ല നമ്മുടെ ചാനൽ. നമ്മുടെ ഇങ്ങനെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ നൈസ് ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്തോ ആയിക്കോട്ടെ, ഏറ്റവും ടോപ്പിൽ ഓൾ ഷോർട്സ് ചാനൽസ്, അതിൽ ചാനൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതുണ്ട കുറേ ചാനൽസ് ഇങ്ങനെ വന്നേക്കണണ്ട. ഇപ്പോൾ ഇത് എൻ്റെയൊക്കെ പൊക്കത്താണ്. അതായത് നമ്മൾ ഈ പൊക്കത്താകാൻ ചിലവർ വിചാരിക്കും ഇങ്ങനെ പൊക്കത്താകാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന്. പക്ഷെ സബ്സ്ക്രൈബേഴ്സും വേണ്ട. എനിക്ക് 10 സബ്സ്ക്രൈബറേ ഉള്ളൂ. എൻ്റെ പൊക്കത്തും താഴത്ത് നിൽക്കുന്ന എൻ്റെ താഴത്ത് നിൽക്കുന്ന ആൾക്ക് 83 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ പൊക്കത്ത് നിൽക്കുന്ന ആൾക്കാണ് 564K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ടും എൻ്റെ ചാനൽ പൊക്കത്ത് വന്നില്ലേ. അതിൽ നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ വ്യൂസ് എല്ലാം അതിൽ കാണണം. നമ്മൾ ചാനലിലേക്ക് ഒരിക്കലും നോക്കണം, നമ്മളെ വ്യൂസൊക്കെ നമ്മൾ അതിൽ തന്നെ നോക്കണം. അത് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിങ്ങനെ, അതായത് ചാനലിലെ വീഡിയോസ് വരില്ല, നമ്മുടെ ചാനലിൻ്റെ ലോഗോ മുന്നിൽ കിടക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ഒരു സംഭവം ചെയ്യണം. ആദ്യം തന്നെ വരില്ല. അതായത് ഞാൻ പറയാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം 1 മന്ത് ആഫ്റ്റർ അപ്പോഴേ ഈ സാധനം വരുള്ളൂ. അല്ലാണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വരില്ല കേട്ടാ. ചാനൽ തുടങ്ങിയതിന് 1 വീക്കൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ വരില്ല. 1 മന്തൊക്കെ കഴിഞ്ഞ് നോക്കിയാലേ വരുള്ളൂ.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഷോർട്സ് ഒക്കെ എടുത്താൽ സോറി തെറ്റിപ്പോയതാണ്. ഓക്കെ, ഷോർട്സ് സെറ്റ്. പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വല്ല നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ കണ്ട ഇവിടെ ഈ പെൻസിൽ ടൂൾ കണ്ട ഈ റൈറ്റ് സൈഡിൽ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ നൈസ് ഗെയിമിങ് കണ്ട ഇവിടെ എനിക്ക് എൻ്റെ ചാനലിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റാം. പിന്നീട് നമ്മൾ വേറെ സംഭവത്തിനെ ബേസ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ചാനലിൻ്റെ പേര് അതിനനുസരിച്ച് ഇടണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനൽ നൈസ് ഗെയിമിങ് കളിച്ചിട്ട് ടോപ്പിൽ നിൽക്കണില്ലേ, ടോപ്പിലല്ല മിഡിലിൽ നിൽക്കണില്ലേ, അത് മാറും. പിന്നെ ആ ചാനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ആ പേരടിച്ചാലായിരിക്കും പിന്നെ വന്നത്. അങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ടില്ല ക്ലിയറായിട്ട്. അത്ര മതി തന്നെ നമ്മുടെ ചാനലൊക്കെ പേര് മാറ്റാം. പിന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് മാറ്റാൻ സാധിക്കും. എൻ്റെ പിക്ചറാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചർ വലുതായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ കാണാം. പിന്നെ നിങ്ങളുടെ എൻ്റെ പിക്ചറിൻ്റെ നൈസ് ഗെയിമിംഗ് എഴുതിയേക്കണുണ്ട്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപ് ലെറ്റർ തന്നെ വരണം, എന്നാലും നമുക്ക് ഇത് കാണാനുള്ളൊരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായോ ഗൈസ്? പിന്നെ രണ്ടാമത് ഇപ്പം നൈസ് കഴിഞ്ഞിട്ട് ഗെയിമിംഗ് ഉണ്ട്, അതിൽ നിങ്ങൾ ക്യാപ് ലെറ്റർ ഇടണ്ട. അപ്പം ഇങ്ങനെ വന്നാലേ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇമെയിൽ ID, സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് ശരിക്കും 16 വീഡിയോസ് ഇട്ടാണ് 10 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഗൈസ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ. ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പോൾ 10 സബ്സ്ക്രൈബറേ ഉള്ളൂ. നിങ്ങളൊക്കെ കൂടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക. ഈ വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് 1K ലൈക്കാണ്, അതടിക്കുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.